കൂട്ടുകാരെ ഒരിക്കലും ഈസ്റ്റർ ബ്രൈഡ് ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ. സൈഡ് പാർട്ടീഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. സൈഡ് പാർട്ടീഷൻ ചെയ്തതിന് ശേഷം കുറച്ച് മുടി എടുത്തിട്ട് അതിന് മൂന്നായി സ്പ്ലിറ്റ് ചെയ്ത് ഫ്രണ്ട് ബ്രൈഡ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം. സോ അതിനെ ഇതേപോലെ തന്നെ ബ്രൈഡ് ചെയ്യുന്നതിനകത്തേക്ക് കുറച്ച് മുടി പെറ്റൽസ് പോലെ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫുള്ളും നമ്മൾ ബ്രൈഡ് ചെയ്തതിന് ശേഷം കുറച്ച് പെറ്റൽസ് പോലെ ഇങ്ങനെ വിടർത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നതാണ്. അത് സ്ലൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി മുടി ഞാൻ ഫുൾ ഒരു ബ്രൈഡാണ് ചെയ്യുന്നത്. സോ ബാക്കി മുടിയെല്ലാം കൂടെ ഞാൻ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സെയിം തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ ട്വിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും ഞാൻ അപ്പുറത്ത് ചെയ്തതുപോലുള്ള ബ്രൈഡ് ചെയ്യാവുന്നതാണ്. സോ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബൺ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ബൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. എൻ്റെ ബ്ലാക്ക് ബൺ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു മുടി എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് മുടി എടുത്തിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു സ്ലൈഡ് വെച്ച് മറയ്ക്കാവുന്നതാണ്. ദെൻ മുടിയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മുടിയെടുത്ത് ഞാൻ ഈ ചെയ്യുന്നത് പോലെ നമ്മൾ 4 മുടി പിന്നലൊക്കെ പിന്നാറില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഇച്ചിരി വലിയ പെറ്റൽസ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ വരെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതിക്ക് വെച്ചിട്ട് ബണ്ണോ ക്ലിപ്പോ ആഡ് ചെയ്തിട്ട് അവിടെ വെച്ച് നിർത്താവുന്നതാണ്. ദെൻ ആ പെറ്റൽസിനെ ഓരോന്നായിട്ട് ചെറുതായിട്ട് വിടർത്തി വെച്ചെടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും. സോ ഇതാണ് ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ ബ്യൂട്ടി വീഡിയോസിനായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.